കാനഡയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ മുംബൈ സ്വദേശികളായ രണ്ടുപേരെ ഡൽഹിയിൽ നിന്ന് തൃശൂർ അന്തിക്കാട് പോലീസ് പിടികൂടി. 6 മുതൽ 12 ലക്ഷം വരെയാണ് ഇവർ ഓരോ വ്യക്തികളിൽ നിന്നും വാങ്ങി തട്ടിപ്പ് നടത്തിയത്. ഡൽഹി പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതികളെ സാഹസികമായി പിടികൂടിയത്. മുംബൈയിലെ താനെ സ്വദേശി 46 വയസ്സുള്ള ജോജോ വിൽഫ്രഡ് ക്രൂയിസ്, സഹോദരൻ 38 വയസ്സുള്ള ജൂലിയസ് വിൽഫ്രഡ് ക്രൂയിസ് എന്നിവരാണ് പിടിയിലായത്. കാനഡയിലേക്ക് വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ഓരോരുത്തരിൽ നിന്നും 6 ലക്ഷം മുതൽ 12 ലക്ഷം വരെയാണ് ഇവർ തട്ടിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി ഇത്തരത്തിൽ 18 പേരാണ് ഇവരുടെ തട്ടിപ്പിന് ഇരയായത്. പണം പോയവരിൽ കൂടുതലും തൃശൂർ ജില്ലക്കാരാണ്. 2021 തൃശൂർ കുന്നത്തങ്ങാടി സ്വദേശി ബിജി പ്രൊവിൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്തിക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. പ്രതികൾ വിസ നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച ആളുകളെ ഡൽഹിയിലും തുടർന്ന് ഉസ്ബെക്കിസ്ഥാനിലും കൊണ്ടുപോയി അവിടെ വെച്ച് പണം കൈക്കലാക്കി മുങ്ങുകയായിരുന്നു. നിയമവിരുദ്ധമായി ട്രാവൽ ഏജൻസി നടത്തി തട്ടിപ്പ് നടത്തിയിരുന്ന സഹോദരന്മാരെ പിടികൂടാനായി അന്തിക്കാട് പോലീസ് മുംബൈയിലെത്തിയെങ്കിലും പ്രതികൾ അവിടെയുണ്ടായിരുന്നില്ല. പ്രദേശത്ത് നടത്തിയ അന്വേഷണത്തിലാണ് ജോജോയും ജൂലിയസും ഡൽഹിയിലെ നിസാമുദ്ദീനിലുണ്ടെന്ന് വിവരം ലഭിച്ചത്. തുടർന്ന് അവിടെയെത്തി ഡൽഹി പോലീസിന്റെ സഹായത്തോടെ പ്രതികളെ പിടികൂടുകയായിരുന്നു. തൃശൂർ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സൈബർ സെല്ലിന്റെ സഹായവും പ്രതികളെ കണ്ടെത്താൻ സഹായിച്ചു. പ്രതികൾക്കെതിരെ നിലവിൽ 3 സ്റ്റേഷനുകളിൽ കേസുകളുള്ളതായി പോലീസ് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.